നമസ്കാരം. KC വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ്. പ്രധാന വാർത്തകൾ. കുട്ടനാട് പാക്കേജിലെ വകുപ്പ് തല അന്വേഷണത്തിന് IAS ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്ന് M. മുരളി. സർക്കാരും വഞ്ചിച്ചു, പുഞ്ചയും ചതിച്ചു. നിലനിൽപ്പില്ലാതെ കുട്ടനാടൻ കർഷകർ. കൈനഗരി മുണ്ടയ്ക്കൽ കുടിവെള്ള സംഭരണി വെള്ളമടിക്കാരുടെ താവളമാകുന്നു. ഭവനിയിലേക്കുള്ള ഗേറ്റ് ഇല്ലാതായിട്ട് മാസങ്ങൾ കഴിയുന്നു. വാർത്തകൾ വിശദമായി. കുട്ടനാട് പാക്കേജിലെ വകുപ്പ് തല ഏകീകരണത്തിന് മുതിർന്ന IAS ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്നാവശ്യപ്പെടുമെന്ന് UDF ആലപ്പുഴ ജില്ലാ ചെയർമാൻ M. മുരളി. വകുപ്പുകളുടെ ഏകീകരണമില്ലായ്മയും മുൻഗണനാക്രമവും നിശ്ചയിച്ചിലെ അപാകതയുമാണ് കുട്ടനാട് പാക്കേജിന്റെ അപജയത്തിന് കാരണം. സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുവെങ്കിലും അതിന്റെ ഫലപ്രാപ്തി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDF വികസന സമ്മേളനങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വിളിച്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടനാട് പാക്കേജ് എഫക്റ്റീവായിട്ട് നടപ്പിലാക്കാൻ 12 ഡിപ്പാർട്ട്മെന്റുകളുടെ ഒരു കോർഡിനേഷൻ ഉണ്ടാകണം. 12 ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. 12 ഡിപ്പാർട്ട്മെന്റുകൾ, അതായത് ഇറിഗേഷൻ, കൃഷി, ഫിഷറീസ് ഉൾപ്പെടെയുള്ള ഗ്രാമവികസനം ഉൾപ്പെടെയുള്ള 12 ഡിപ്പാർട്ട്മെന്റുകളുടെ കോർഡിനേഷൻ വന്നെങ്കിൽ മാത്രമേ ഈ പദ്ധതി, സ്വാമിനാഥൻ വിഭാവനം ചെയ്ത പദ്ധതി എഫക്റ്റീവായിട്ട് നടപ്പിലാക്കാൻ പറ്റും. അതിന് 3 ജില്ലകളിലായിട്ടാണല്ലോ, കോട്ടയം ജില്ല, പത്തനംതിട്ട ജില്ല, ആലപ്പുഴ ജില്ല. ഇപ്പൊ എന്റെ ഓണാട്ടുകര പ്രദേശം കൂടെ പാക്കേജ് വരിക. അപ്പർ കുട്ടനാടും ആലപ്പുഴ ജില്ലയുടെ പ്രാന്തപ്രദേശം അതും ഇതിന്റെ പാക്കേജ് വരിക. അപ്പൊ ഈ 3 ജില്ലാ കളക്ടർമാരെയും കൂടെ കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുന്ന, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിനെയും കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സീനിയർ മോസ്റ്റ് IAS ഉദ്യോഗസ്ഥൻ ഇതിന്റെ ചുമതല വഹിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. CVJ കുര്യൻ അതിന് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ പറ്റിയ പരിണതപ്രജ്ഞനായ ഒരാളാണ്. പക്ഷെ അദ്ദേഹം ഭാരിച്ച ഉത്തരവാദിത്വമുള്ള ആളാണ്. കേരള കോൺഗ്രസ് M സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം, UDF നിയോജകമണ്ഡലം ചെയർമാൻ തോമസ് കുട്ടി മാത്യു, കൺവീനർ K. ഗോപകുമാർ, CV രാജീവ് എന്നിവർ പങ്കെടുത്തു. നെല്ല് സംഭരണ വില വർദ്ധിപ്പിക്കാതെ സർക്കാരും പുഞ്ചകൃഷിയിലെ വിളവും കർഷകരെ ചതിച്ചു. വിതയിറക്കി വിളവെടുപ്പാകുന്നതുവരെ മഴ ലഭിക്കാതിരുന്നാണ് കർഷകർക്ക് വിനയായത്. ചൂട് അധികരിച്ചതിനാൽ വിളവെത്തും മുമ്പ് കതിർമണികൾ പതിരായി പോവുകയാണ്. കഴിഞ്ഞ പുഞ്ചയ്ക്ക് ഏക്കറൊന്നിന് 25-നും 30-നും ഇടയ്ക്ക് വിളവ് ലഭിച്ചിരുന്നു. എന്നാൽ ഇക്കുറി 15 കിൻഡൽ മാത്രമാണ് ലഭിച്ചിരുന്നത്. വേനലിന്റെ കാഠിന്യ നിമിത്തം പലരും 10-15 ദിവസം മുമ്പേ കൊയ്ത്ത് ആരംഭിച്ചു. ഇതുമൂലം ഈർപ്പത്തിന്റെ അളവ് കൂടുതൽ കാണിക്കുന്നുണ്ട്. തന്മൂലം അധികം നെല്ല് കർഷകർ മില്ലുകാർക്ക് നൽകേണ്ടി വരുന്നു. നെല്ലിന്റെ സംഭരണ വില 19 രൂപയായി പ്രഖ്യാപിച്ചുവെങ്കിലും സർക്കാർ ഉത്തരവിലെ അവ്യക്തത മൂലം ഈ പുഞ്ച മുതൽ ശേഖരിച്ച നെല്ലിന് വർധനവ് ബാധകമാകുമോ എന്ന് വ്യക്തമല്ല. ഈ മാസം 3-നാണ് സംഭരണ വില വർദ്ധിപ്പിച്ചതായുള്ള ഔദ്യോഗിക ഉത്തരവിറങ്ങിയത്. ഇതിന് മുൻകാല പ്രാബല്യം ഉണ്ടോ എന്നത് വ്യക്തമായ പരാമർശവുമില്ല എന്ന് സാരം. ഇലക്ഷൻ പ്രഖ്യാപിച്ച് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെ ഇനി മുൻകാല പ്രാബല്യം പ്രഖ്യാപിക്കുക എന്നതും സർക്കാരിന് കഴിയില്ല. ന്യൂസ് ഡെസ്ക് KCV. കൈനഗരി ജലസംഭരണി സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി. രാപ്പകൽ ഭേദമന്യേ സ്വദേശികളും വിദേശികളും ഇപ്പോൾ കാഴ്ചകൾ ആസ്വദിക്കാൻ കയറുന്നത് ഓവർഹെഡ് ടാങ്കിന്റെ മുകളിലാണ്. മുണ്ടക്കൽ ജലസംഭരണിയുടെ ഗോവണിപ്പടികൾ ദ്രവിച്ചു തുടങ്ങി. എങ്കിലും അതിൽ കൂടിയാണ് സാമൂഹ്യ വിരുദ്ധരും മദ്യപാനികളും മുകളിലേക്ക് കയറുന്നത്. മുച്ചീട്ടുകളിയും വെള്ളമടിയും പിന്നെ പൂരപ്പാട്ടുമാണ് സന്ധ്യ കഴിഞ്ഞാലെന്നാണ് നാട്ടുകാർ പറയുന്നത്. പഞ്ചായത്തിലേക്ക് മൊത്തത്തിൽ വെള്ളം നൽകുന്ന കൈനഗിരിയിലെ മുണ്ടക്കൽ വാട്ടർ ടാങ്കാണ്. കഴിഞ്ഞ 3 വർഷത്തിന് മുമ്പ് ഇവിടെ ഈ ടാങ്കിന്റെ മുകളിലേക്ക് കയറുന്നത് തടയുന്നതിന് വേണ്ടി ഒരു ഗേറ്റ് സ്ഥാപിച്ചത്, അന്യർ ഇതിന്റെ മുകളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി. അപ്പോൾ സ്ഥാപിക്കുന്നതിന് മുമ്പ് ഞാൻ പല പ്രാവശ്യം സർക്കാരിലേക്കും അതുപോലെ തന്നെ കളക്ടർക്കും പരാതി കൊടുത്തതിന് ശേഷമാണ് ഇവിടെ ഈ ഗേറ്റ് സ്ഥാപിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ 6 മാസമായിട്ട് ഈ ഗേറ്റ് പൊളിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അതൊന്ന് മാറ്റി സ്ഥാപിക്കുന്നതിനായിട്ട് വേണ്ടിയിട്ട് ഇവിടെ ബന്ധപ്പെട്ട അധികാരികളൊക്കെ സംസാരിച്ചിട്ട് ഇപ്പോൾ ആഴ്ചകൾ പലത് കഴിഞ്ഞു. നാളിതുവരെ അത് ഒന്ന് പുനർനിർമ്മിക്കാനുള്ള ശ്രമം നടത്തിയിട്ടില്ല. അപ്പോൾ ഇത് ഇവിടെ തന്നെ നാട്ടുകാരായിട്ടുള്ളവരും അതുപോലെ തന്നെ വിദേശീയരായിട്ടുള്ള ആൾക്കാരുമൊക്കെ ഇതിന്റെ മുകളിൽ രാത്രിയും പകലും വ്യത്യാസമില്ലാതെ ഇതിന്റെ മുകളിൽ കയറും. ഈ കയറുന്ന ആൾക്കാരുടെ ഇടയിൽ തീവ്രവാദികളും എല്ലാം ഉണ്ടെങ്കിൽ
അവരെ യാദൃശ്യമായിട്ട് അവരുടെ വികലമായ ചിന്തയിൽ എന്തെങ്കിലും ദുർബുദ്ധി തോന്നിയാൽ ഈ നാട് മൊത്തം നശിച്ചു പോകുന്ന ഒരവസ്ഥ, എല്ലാവരും ചത്തൊടുങ്ങുന്ന ഒരവസ്ഥയാണ്. ഈ ഗൗരവം ബോധ്യപ്പെടുത്തിയാണ് കഴിഞ്ഞ 4 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഗവൺമെന്റിലേക്ക് പരാതി കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗേറ്റ് ഇവിടെ സ്ഥാപിച്ചത്. അപ്പോൾ ഇപ്പോഴും ഈ ഗേറ്റ് പോയിട്ട് അത് പുനഃസ്ഥാപിക്കാനുള്ള ഒരു നടപടിയോ അതിനുള്ള ആർജവോ ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത്. അത് അടിയന്തരമായിട്ട് ഈ രാത്രിയും പകലും വ്യത്യാസമില്ലാതെ അന്യർ ഈ വാട്ടർ ടാങ്കിന്റെ മുകളിൽ കയറുന്നത് ഒഴിവാക്കുന്നതിനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ്. നിരവധി പരാതികൾ നൽകിയെങ്കിലും ഇതിന് തടയിടാൻ പഞ്ചായത്തിനോ അധികാരികൾക്കോ കഴിഞ്ഞിട്ടില്ല. കൈനഗരി പഞ്ചായത്തിലെമ്പാടും ശുദ്ധജലമെത്തിക്കുന്ന ഈ ടാങ്കിൽ എന്തെങ്കിലും മാരക വിഷവസ്തുക്കൾ സാമൂഹ്യ വിരുദ്ധർ കലക്കും എന്നുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ദുരന്തങ്ങൾക്ക് ശേഷം മാത്രം ഞെട്ടൽ രേഖപ്പെടുത്തുന്ന പതിവ് കലാപരിപാടിയെ അന്നും അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ന്യൂസ് ഡെസ്ക് KCV. പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാനും പരാതികൾ അറിയിക്കാനും കളക്ടറേറ്റിൽ കൺട്രോൾ റൂം ആരംഭിച്ചു. സൌജന്യമായി വിളിക്കാവുന്ന ടോൾ ഫ്രീ സംവിധാനം കൺട്രോൾ റൂമിൽ ഏർപ്പെടുത്തി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ 1800 4250156 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാം. പൊതു തെരഞ്ഞെടുപ്പിന്റെ മാതൃക പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർണ്ണമാകും വരെ സർക്കാർ, പൊതുമേഖലാ, സർക്കാർ ഇതര സ്ഥാപനങ്ങൾ എന്നിവ പൊതുസ്ഥലങ്ങളിൽ പരസ്യമായി ഫണ്ട് വിതരണം ചെയ്യുന്നതും വോട്ടർമാരെ സ്വാധീനിക്കുന്ന പൊതുപരിപാടികൾ സംഘടിപ്പിക്കുന്നതും മാതൃക പെരുമാറ്റച്ചട്ട ലംഘനമായി കണക്കാക്കി നടപടിയെടുക്കുമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയ ജില്ലാ കളക്ടർ N. പത്മകുമാർ അറിയിച്ചു. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ടുകാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BAS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. പായിപ്പാട് 4 കോടി കവലയിൽ ഓട്ടോറിക്ഷയും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച പശ്ചിമബംഗാൾ സ്വദേശികളുടെ മൃതദേഹങ്ങൾ സ്വദേശത്തേക്ക് അയച്ചതായി കോട്ടയം ജില്ലാ കളക്ടർ അജിത് കുമാർ അറിയിച്ചു. പശ്ചിമബംഗാളിലെ മാണ്ട ജില്ലയിലെ സദ്ര സ്വദേശികളായ ജഹാംഗീർ അലി, റഹീഖുൽ ഇസ്ലാം എന്നിവരുടെ മൃതദേഹങ്ങളാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിൽ അയച്ചത്. മാർച്ച് 6 രാവിലെയായിരുന്നു അപകടം. ഹെഡ്ലോഡ് ആൻഡ് ജനറൽ മസ്ദൂർ സംഘം BMS ജില്ലാ വാർഷിക സമ്മേളനം ആലപ്പുഴയിൽ നടന്നു. നഗരചത്തുരത്തിൽ നടന്ന സമ്മേളനം സെക്രട്ടറി ശിവജി സുദർശൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഇന്ന് നിന്ന് ഈ സംസാരിക്കുന്ന സ്ഥലം ഒരുപക്ഷെ കേരളത്തില് പഴയ തിരുവിതാംകൂറില് ആദ്യമായി ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന്
തുടക്കം കുറിച്ച വിത്തുപാകിയ ഒരു സ്ഥലമാണ്. ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് ഒരു സംഘടന രൂപമല്ലാതെ, ഒരു രാഷ്ട്രീയ ട്രേഡ് യൂണിയന്റെ രൂപമില്ലാതെ നമ്മുടെ നാട്ടിൽ ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്. ജില്ലാ പ്രസിഡന്റ് കെ സദാശിവൻപിള്ള, BMS ജില്ലാ പ്രസിഡന്റ് PG ഗോപകുമാർ, B രാജശേഖരൻ, K പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ഏപ്രിൽ 10 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ജില്ലയിലെ വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിലെ ക്രമീകരണങ്ങൾ പരാതികൾക്ക് ഇട നൽകാത്ത വിധം കുറ്റമറ്റതാക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ N പത്മകുമാർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പിന്റെ നിയമാനുസൃതവും സുഗമവുമായ നടത്തിപ്പിനായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കൊപ്പം വോട്ടെടുപ്പ് കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. വോട്ടെടുപ്പ് കേന്ദ്രങ്ങൾ സമിതിദായകരുടെ സൌകര്യാർത്ഥം കുടിവെള്ളം, ടോയ്ലറ്റ്, റാമ്പ് തുടങ്ങിയവ നിർബന്ധമായും ഏർപ്പെടുത്തണമെന്ന് കളക്ടർ അറിയിച്ചു. വോട്ടെടുപ്പിനുള്ള സജ്ജീകരണങ്ങൾക്കൊപ്പം ആശയവിനിമയ ഉപാധികളും ഉറപ്പാക്കണം. മൊബൈൽ ഫോൺ സൌകര്യം മാത്രമുള്ള കേന്ദ്രങ്ങളിൽ തൊട്ടടുത്ത ലാൻഡ് ഫോൺ അടിയന്തര ഘട്ടങ്ങളിൽ ലഭ്യമാക്കുമെന്ന് ഉറപ്പാക്കണം. പൊതുജനങ്ങൾക്കുള്ള സൌകര്യങ്ങൾക്കായി ഏറ്റവും അടുത്ത ദേശസാത്കൃത ബാങ്കിന്റെ സഹകരണം തേടാൻ AROമാർക്ക് നിർദ്ദേശം നൽകി. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ എല്ലാ ദിവസവും മാതൃകാ പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച നിശ്ചിത മാർഗയിൽ MCC നോഡൽ ഓഫീസറായ ജില്ലാ ലോ ഓഫീസർക്ക് റിപ്പോർട്ട് നൽകണമെന്ന് കളക്ടർ അറിയിച്ചു. സെക്ടറൽ ഓഫീസർമാർ വോട്ടെടുപ്പ് കേന്ദ്രങ്ങൾ സന്ദർശിച്ച് ക്രമീകരണങ്ങൾ ഉറപ്പാക്കി AROമാർക്ക് റിപ്പോർട്ട് നൽകണം. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ച് പൊതുജനങ്ങളുടെ സംശയ നിവാരണവും നടത്തണം. അവർ ബ്ലോക്ക് തല ഓഫീസർമാരുടെ പ്രവർത്തനം പരിശോധിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും വേണം. ഓരോ നിയമസഭാ നിയോജക മണ്ഡലത്തിലും 2 മാസ്റ്റർ ട്രെയിനർമാരെ നിയമിച്ചിട്ടുണ്ട്. ഇവർ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട വിവിധ ഉദ്യോഗസ്ഥന്മാർക്ക് പരിശീലനം നൽകും. പ്രശ്ന സാധ്യതയുള്ള കേന്ദ്രങ്ങളിൽ റവന്യൂ, പോലീസ് ഉദ്യോഗസ്ഥരുടെ നിരന്തര പരിശോധനയുണ്ടാകും. സമിതിദായകരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജീവനക്കാർക്ക് നൽകിയ ചുമതലകളിൽ വീഴ്ച വരുത്തുകയോ ഡ്യൂട്ടിക്ക് ഹാജരാകാതിരിക്കുകയോ ചെയ്താൽ 24 മണിക്കൂറിനകം കർശന നടപടി ഉണ്ടാകുമെന്നും കളക്ടർ അറിയിച്ചു. മാന്യമായ പെരുമാറ്റച്ചട്ടവും അത്യന്താപേക്ഷിതമാണ്. കളക്ടർ നേതൃത്വം നടന്ന നിരീക്ഷണ സ്ക്വാഡിൽ തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ PV പുഷ്പലത, നോഡൽ ഓഫീസർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ, സെക്ടറൽ ഓഫീസർമാർ, മാസ്റ്റർ ട്രെയിനർമാർ, സ്ക്വാഡ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന കൈനഗരിയിൽ ശുദ്ധജലം എത്തിക്കുവാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കൈനഗരി കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി PR മനോജ്. കൊടും ചൂടിൽ തോടുകളും ജലാശയവും വറ്റിവരണ്ട് മലിനമായി. ഈ സമയത്ത് മുൻ വർഷങ്ങളിലേതുപോലെ വള്ളങ്ങളിലും വണ്ടിയിലും ശുദ്ധജലം എത്തിക്കുവാനുള്ള അടിയന്തര നടപടികൾ അധികാരികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൈനഗരി സംബന്ധിച്ച് കുടിവെള്ളം ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പം കൈനഗരി. നമുക്കറിയാം, കൈനഗരി ഇപ്പം വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണെങ്കിൽ പോലും കൈനഗരി പല ഭാഗങ്ങളിലും കുടിവെള്ളം കിട്ടാതെ ആളുകൾ വള്ളത്തിലും ബോട്ടിലുമൊക്കെ പോയി ആലപ്പുഴയിലും കാവാലത്തുമൊക്കെ പോയി വെള്ളം എടുത്തുകൊണ്ട് വരുന്നൊരവസ്ഥ നമുക്ക് കമ്മട്ടിക്കളം, ചെറുകാലിക്കായൽ, കുപ്പപ്പുറം ഭാഗങ്ങളിലൊക്കെ കാണാൻ കഴിയും. ഇപ്പോൾ തൂട്ടോത്തന ഭാഗത്താണെങ്കിൽ പഴൂർ പാലത്തിന്റെ ആ പ്രദേശങ്ങൾ, 13ാം വാർഡിൽ കോലത്ത് ജെട്ടിക്ക് താഴെ മുട്ടൽ ജെട്ട് വരെയുള്ള ഭാഗങ്ങൾ, 6ാം വാർഡ്, 7ാം വാർഡ് ഇതിന്റെ പല പ്രദേശങ്ങൾ, കുട്ടമംഗലം ഭാഗത്ത് SNDP സ്കൂളിന് ഭാഗവും അതോടൊപ്പം തന്നെ പരുത്തുവളവിന്റെ ആ പ്രദേശങ്ങളിലൊന്നും കുടിവെള്ളം ശരിക്കും പറഞ്ഞാൽ വടക്കൻ മേഖലകളിലും കൈനഗരിയുടെ പല പ്രദേശങ്ങളിലും കുടിവെള്ളം ഇപ്പോൾ ജനങ്ങൾക്ക് ലഭ്യമല്ലാത്തൊരവസ്ഥയാണ്. ഈ വരൾച്ച വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സമയവും ഇനിയിപ്പോൾ ഒരു വെള്ളം കയറി വെള്ളം നമുക്ക് കുളിക്കുവാനും പാത്രം കഴുകുവാനും കുടിക്കുവാനും ഒക്കെ വെള്ളം വളരെ രൂക്ഷമായിട്ട് നമുക്ക് ജനങ്ങൾക്ക് അനുഭവപ്പെടുമ്പോഴത്തേക്കും കൈനഗരിയെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ള പ്രശ്നം വളരെ ഒരു നീർന്ന പ്രശ്നമാണ്. ഈ പ്രശ്നത്തിൽ അടിയന്തരമായിട്ട് ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അതിൽ ബന്ധപ്പെടണമെന്നാണ് പറയുന്നത്. KP സോമനാഥൻ, D ലോനപ്പൻ, സന്തോഷ് പട്ടണം, ബാബുരാജ് തയ്യിൽ തുടങ്ങിയവർ സംസാരിച്ചു. നെടുമുടി കൊട്ടാരം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോട് അനുബന്ധിച്ച് 1542 നമ്പർ തെക്കേമുറി NSS കരയോഗം വക താലപ്പൊലി നടന്നു. തെക്കേമുറി NSS വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ കളരിക്കൽ ശ്രീ വീരഭദ്രസ്വാമി ക്ഷേത്രത്തിൽ നിന്നും തെക്കേമുറി NSS കരയോഗ മന്ദിരത്തിൽ നിന്നും താലപ്പൊലി പുറപ്പെട്ട് ക്ഷേത്രത്തിൽ സമാപിച്ചു. താലപ്പൊലിക്ക് 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ചമ്പക്കുളം കല്ലൂർക്കാട് ഫെറോന പള്ളിയിൽ വിശുദ്ധ ഔസേപ്പിതാവിന്റെ മരണ തിരുനാളിന് തിങ്കളാഴ്ച കൊടിയേറും.
മരണത്തിരുന്നാൾ ദിവസമായ 19-ന് തമിഴ്നാട്ടിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികൾ ചമ്പക്കുളം ഫെറോന ദേവാലയത്തിലേക്ക് എത്തും. 19-ന് രാവിലെ കുർബാന, തിരുനാൾ പ്രദക്ഷിണം, ചോറൂട്ടുനേർച്ച, ഊട്ടുനേർച്ച തുടങ്ങിയവ നടക്കും. എടത്തുവ സെയിന്റ് ജോർജ് ഫെറോന പള്ളിയിലെ ഈ വർഷത്തെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ക്രമീകരണങ്ങൾ അവലോകനം ചെയ്യുന്നതിനായുള്ള യോഗം മാർച്ച് 12-ന് ഉച്ചകഴിഞ്ഞ് 3-ന് നടക്കും. എടത്തുവ സെയിന്റ് ജോർജ് ഫെറോന പള്ളിയിലെ ജോർജിയൻ പിൽഗ്രിം സെന്ററിൽ നടക്കുന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ എൻ പത്മകുമാർ അധ്യക്ഷത വഹിക്കും. ഇനി ചരമവാർത്തകൾ. തലവടി മാണത്താറ കൽപ്പകശ്ശേരി ഇല്ലത്ത് നാരായണൻ ചമ്മ നിര്യാതനായി 91 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 11-ന് വീട്ടുവളപ്പിൽ. കാവാലം കിഴക്കേക്കുന്നുമ ശ്രീനിലയം വീട്ടിൽ നാരായണപിള്ള നിര്യാതനായി 78 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 1-ന് വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുട്ടനാട് പാക്കേജിലെ വകുപ്പ് തല അന്വേഷണത്തിന് IAS ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്ന് എം മുരളി. സർക്കാരും വഞ്ചിച്ചു, പുഞ്ചയും ചതിച്ചു. നിലനിൽപ്പില്ലാതെ കുട്ടനാടൻ കർഷകർ. കൈനഗിരി മുണ്ടയ്ക്കൽ കുടിവെള്ള സംഭരണി വെള്ളമടിക്കാരുടെ താവളമാകുന്നു. ഭവനിയിലേക്കുള്ള ഗേറ്റ് ഇല്ലാതായിട്ട് മാസങ്ങൾ കഴിയുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.